വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടനെതിരെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ദളിത് യുവതിയാണ് പരാതിക്കാരി. വേടൻ എന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും തന്നെ ചൂഷണം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി. PG ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെട്ടത്. വേടന്റെ പാട്ടുകളോടും മറ്റും ഇഷ്ടം തോന്നിയ യുവതി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ തന്നോട് പറഞ്ഞിരുന്നതായി യുവതിയുടെ പരാതിയിലുണ്ട്. ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു. അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു. താൻ സമ്മതിച്ചു. എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു. വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞു. 3 ദിവസത്തിനു ശേഷമാണ് ഇയാൾ ഫ്ളാറ്റിൽ നിന്ന് പോയത്. പലവട്ടം പണം നൽകി. നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി. 2022 താൻ കൊച്ചിയിൽ ജോലിയിൽ കയറിയെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിലും വേടനെത്തി. ദിവസങ്ങളോളം തങ്ങി. ഈ സമയവും തന്നെ ഉപദ്രവിച്ചു. 2023 മാർച്ചിൽ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചും ഇത്തരത്തിൽ ഉപയോഗിച്ചു. ജൂലൈ 14 കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. എന്നാൽ വന്നില്ല. തുടർന്ന് താൻ വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. ജൂലൈ 15 വേടൻ 3 സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി. താൻ ടോക്സിക് ആണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ വേടൻ ഫ്ളാറ്റിൽ നിന്ന് മടങ്ങിയെന്നും പരാതിയിലുണ്ട്. അതിനിടെ യുവതിയുമായി വേടൻ പിരിയാനുള്ള കാരണവും പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക വൈകൃതമുള്ള വേടൻ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നു. ഒരിക്കൽ ഈ ഡോക്ടറുടെ സുഹൃത്തിനെ വേടൻ കണ്ടു. ആ സുഹൃത്തിനെയും തനിക്ക് വേണമെന്ന് ഡോക്ടറോട് വേടൻ ആവശ്യപ്പെട്ടു. ഒരേ സമയം 2 പേരെയും വേണമെന്നായിരുന്നു ആവശ്യം. ഇത് കേട്ട ഡോക്ടർ വിഷാദത്തിന് അടിമയാവുകയായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് മീറ്റു ആരോപണങ്ങളും മറ്റും സജീവമായത്. ഇതോടെ ഡോക്ടർക്ക് വേടന്റെ വൈകൃതം തിരിച്ചറിഞ്ഞു. തന്നോട് ക്രൂരത കാണിച്ച വേടനെക്കുറിച്ചുള്ള ചിന്ത ഡിപ്രഷനിലെത്തിച്ചു. ദീർഘകാലം ചികിത്സയിലായി. അതിനുശേഷമാണ് മീറ്റു ആരോപണ വിധേയയുടെ അനുഭവം അറിഞ്ഞത്. ഇതോടെ ഇനി ആർക്കും വേടന്റെ ശല്യം ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചാണ് മൊഴി നൽകിയത്. ഈ ഒരു ബന്ധത്തിന് തെളിവായി ഗൂഗിൾ പേ ഇടപാടും കൈമാറി. നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ള ഡോക്ടറാണ് പരാതിക്കാരി.